NH-66 പൂർത്തിയാകുന്നതോടെ സംസ്ഥാനത്തെ ഗതാഗത രംഗത്ത് വലിയ കുതിച്ചുചാട്ടമായിരിക്കും ഉണ്ടാകുകയെന്ന് പൊതുമരാമത്ത് വകുപ്പ് ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസ് അറിയിക്കുന്നു. ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ 2025 ഡിസംബറോടെ പൂർത്തിയാക്കാനാകുമെന്നാണ് റിയാസിന്റെ അവകാശവാദം. 17 റീച്ചുകളായാണ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 9 ജില്ലകളിലൂടെ കടന്നുപോകുന്ന ദേശീയപാത 66 നിർമ്മിക്കുന്നത്. 45 മീറ്ററിൽ നിർമ്മിക്കുന്ന 6 വരിപ്പാത സമയബന്ധിതമായി പൂർത്തിയാക്കുന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാരും ദേശീയപാത അതോറിറ്റിയും ഒറ്റക്കെട്ടായാണ് മുന്നോട്ടു പോകുന്നത്. പണി തീരുന്ന റീച്ചുകൾ ഓരോന്നും അതത് സമയത്ത് തന്നെ തുറന്നു കൊടുക്കുമെന്നും മന്ത്രി അറിയിച്ചു. ദേശീയപാത നിർമ്മാണം തടസ്സപ്പെടുന്നതും വൈകുന്നതും കഴിയുന്നതും ഒഴിവാക്കാൻ ആവശ്യമായ നടപടികൾ എടുക്കണമെന്നും ഓരോ പ്രവർത്തനവും കൃത്യമായി റിപ്പോർട്ടാക്കി യഥാസമയം സർക്കാരിനെ അറിയിക്കണമെന്നും കലക്ടർമാരോട് നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നും മന്ത്രി റിയാസ് പറഞ്ഞു. കൂടാതെ റോഡുകളിലെ വെള്ളക്കെട്ടുകൾക്കും വിള്ളലുകൾക്കും പരിഹാരം കാണുമെന്നും കൂടി മന്ത്രി ഉറപ്പു നൽകി. മഴക്കാലത്തോടനുബന്ധിച്ചുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ദേശീയപാത അതോറിറ്റി ആവശ്യമായ നടപടികൾ അടിയന്തരമായി കൈക്കൊള്ളുമെന്നും മന്ത്രി പറഞ്ഞു. വിവിധ സ്ഥലങ്ങളിൽ വെള്ളക്കെട്ടുകൾ ഉണ്ടാകുന്നതും സർവീസ് റോഡുകളിൽ വിള്ളലുണ്ടാകുന്നതും ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇവ ദേശീയപാത അതോറിറ്റി പ്രൊജക്ട് ഡയറക്ടർമാരുടെ നേതൃത്വത്തിൽ പരിശോധിച്ച് പരിഹാരം കാണും. അതോടൊപ്പം ഗതാഗതം വഴിതിരിച്ചുവിടുന്ന റോഡുകളുടെ ശോച്യാവസ്ഥ പരിഹരിക്കാൻ സത്വര നടപടികൾ എടുക്കാനും വഴിതിരിച്ചുവിടുന്നിടങ്ങളിൽ കൃത്യമായും വ്യക്തമായും അടയാള ബോർഡുകൾ സ്ഥാപിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും റിയാസ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് കലാകൗമുദി.